നമ്മൾ നിന്ന് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ദിക്കുകളിലും നാനാജാതി വൈജാതിക വൈഭാഷ്യങ്ങൾക്ക് അതീതമായി എല്ലാവരും മീലാദിനെ ആഘോഷിക്കാനിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 1500 വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയപ്പെടാനുള്ള കാരണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു. 1500 വർഷങ്ങൾ കഴിഞ്ഞിട്ടും 1500 വർഷങ്ങൾക്ക് മുമ്പും നബി തങ്ങൾ ഉദയം ചെയ്യുന്നതിന്റെ മുമ്പും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകം വായിക്കാനുണ്ടായ കാരണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. അതിന്റെ അപ്പുറത്ത് അതിന്റെ തഫ്സീറുകളിൽ മഹാരഥന്മാർ സൂചിപ്പിക്കുന്ന നബി തങ്ങളുടെ വിശ്വഹദീസ്, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖി വ മഹാസിനിഹ. എന്നെ ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, അയക്കപ്പെട്ടത് ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഈ ലോകത്ത് ഇനി എന്തൊക്കെ സ്വഭാവ സവിശേഷതകൾ വരാനിരിക്കുന്നുണ്ടോ, അസ്തമിച്ചു പോയ സ്വഭാവങ്ങളുണ്ടോ, അതിന്റെയൊക്കെ പൂർണിമയായിട്ടാണ് മകാരിമൽ അഖ്ലാഖ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് പ്രവാചകനെ ലോകം കൊണ്ടാടുന്നത്. ഇത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാവരുടെയും തിരുനബിയാണ്, എല്ലാവരുടെയും പ്രവാചകനായി ജീവിച്ചു. എല്ലാവരുടെയും 23 വർഷങ്ങൾ കൊണ്ടാണ് ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൗത്യത്തിന്റെ ഉന്നത വിരാജിക്കുമ്പോൾ 23 വർഷങ്ങൾക്കിടയിൽ പാവപ്പെട്ട സ്ത്രീകളെ കൈപിടിച്ച് ഉന്നതിയിലേക്ക് ഉയർത്തണം, വിധവകൾക്ക് പരിഗണന നൽകണം, അനാഥകളെ ബഹുമാനിക്കണം, അഗതികളോട് അതേക്കേട് കാണിക്കരുത്, അധ്യാപകന് വേണ്ട മാന്യത നൽകണം, മാതാവിനെ പരിഗണിക്കണം, പിതാവിന് വേണ്ട അതവ് നൽകണം, സമൂഹത്തിൽ ചിത്രതയുണ്ടാകുന്ന സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ലോകത്തെ ഈയൊരു ജീവിതം കഴിഞ്ഞാൽ വേറൊരു ജീവിതം വരാനിരിക്കുന്നുണ്ട്. സ്വർഗം പഠിപ്പിക്കണം, നരകം പഠിപ്പിക്കണം, ഹിസാബ് പഠിപ്പിക്കണം. ഇതെല്ലാം ഈ 23 വർഷത്തിനിടയിൽ നിയുക്തമായ പ്രവാചകന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ. ഇന്നീ 2-ാം മൈൽ പള്ളിയിൽ ഇങ്ങനെ സംവദിക്കാൻ ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ എടുത്ത വിഷയവും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണെങ്കിൽ അതൊരു മായാത്ത വസന്തം പോലെ, ഒരു വിസ്മയം തോന്നുന്ന പുഞ്ചിരി പോലെ ഈ 1500 വർഷങ്ങൾക്ക് ഇപ്പുറവും ഓർക്കപ്പെടാൻ ആ നബി തങ്ങളുടെ സ്വഭാവമായിരുന്നു. എന്നെ നിയുക്തമാക്കിയത് ഏതൊക്കെ സ്വഭാവ സവിശേഷതകളുണ്ടോ, ഇനി അപ്പുറത്തേക്ക് ഒരു സ്വഭാവം വർണ്ണിക്കാൻ ലോകമേ നിനക്ക് സാധിക്കുകയില്ല എന്ന് പറയാനായിരുന്നു, കാണിച്ചു കൊടുക്കാനായിരുന്നു, ജീവിതത്തിൽ പുലർത്താനായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സന്തോഷം പകരുന്ന ഒരു ജീവിതമായിരുന്നു പ്രവാചകന്റേത്. ലോകത്ത് ആരായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഒരിക്കൽ ഒരു അപരിചിതൻ ഇങ്ങനെ മക്കയിലേക്ക് കടന്നു വരികയാണ്. ഒരു അപരിചിതനാണ്, മക്കയിലെ രാജാവാണ്. മക്കയിലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ലോകം അറിയപ്പെട്ട ഒരു വിശ്വപ്രസിദ്ധ ഗുരുവാണ്. ഒരു രാജാവിന്റെ സ്ഥാനത്താണ് മനുഷ്യന്മാരൊക്കെ അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നത്. ആ അപരിചിതൻ വന്നു മക്കയിലേക്ക് ആദ്യമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരികയാണ്. ആ സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലെത്തിയപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ഗദ്ഗദം വിറച്ചുകൊണ്ട്, കാരണം ഞാൻ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? ഒരു ലോക വിശ്വഗുരു, ഒരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇങ്ങളൊരു പ്രവാചകനില്ല എന്നൊക്കെ കേട്ട് അറിഞ്ഞ് അതിനെ പുണരാൻ വന്ന മനുഷ്യനാണ്. അപ്പോൾ കേവലം ആ മനുഷ്യൻ നബി തങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വിറച്ചു നിൽക്കുമ്പോൾ ആ സമയത്ത് പ്രവാചകൻ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, അടങ്ങ മനുഷ്യ, സാവധാനം, നീ എന്നെ കണ്ട് ബേജാറാവണ്ട,
അന ഇബ്നു ഇംറഅത്തിൻ തഅകുലുൽ ഖദീദ് ഇന്നി ലസ്തു ബിമലിക്, ഞാൻ ഉണക്കറൊട്ടി ഭക്ഷിച്ച് വളർന്ന ഒരു പെണ്ണിന്റെ മകനായി ജന്മം കൊണ്ടവനാണ്, അല്ലാതെ ഞാൻ ഒരു രാജാവല്ല. എന്നെ നിങ്ങൾ വല്ലാതെ ബഹുമാനിക്കേണ്ട. ഞാനും നിങ്ങളും സാധാരണ മനുഷ്യരെ പോലെ ഒപ്പം നിൽക്കുന്നവർ തന്നെ. ആ പരിഗണനയിൽ എന്നെ കണ്ടാൽ മതി. അന ഇബ്നു ഇംറഅത്തിൻ തഅകുലുൽ ഖദീദ് ഇന്നി ലസ്തു ബിമലിക്. ഇത് ആർക്ക് പറയാൻ സാധിക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? 23 വർഷങ്ങൾ കൊണ്ട് ലോകത്ത് ഒരു ദിവ്യ പ്രബോധനത്തിന്റെ ഔന്നിത്യത്തിന്റെ വഴികൾ ഇനി ലോകത്ത് വേറൊരാൾക്കും വരച്ചു കാണിക്കാൻ കഴിയാത്ത വിധം വളർന്ന് പന്തരിച്ച ഒരു പരിശുദ്ധമായ ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അന ഇബ്നു ഇംറഅത്തിൻ തഅകുലുൽ ഖദീദ്, ഞാൻ ഒരു സാധാ പെണ്ണിന്റെ മനുഷ്യനാണ്. എന്നെ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വലിയ പ്രസിദ്ധി ആർജിച്ച് എന്നെ വല്ലാത്ത ആദരവുകളൊന്നും കാണേണ്ടതില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ആ സ്വഭാവത്തിനെയാണ് നമ്മൾ സന്നിവേശിപ്പിക്കേണ്ടത്. നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഓരോ നബിദിനങ്ങൾ കടന്നു പോകുമ്പോൾ കുട്ടികൾ കുറെ പാട്ടുകൾ പാടും, ഉസ്താദുമാർ കുറെ പ്രസംഗിക്കും, അതുപോലെ നമ്മൾ കുറെ സ്വതന്ത്രകൾ ചെയ്യും, കുറെ ദാനധർമ്മങ്ങൾ ചെയ്യും. അതിലുപരി നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടത് ഈ റസൂലിയത്ത് എന്ന ആ വിശ്വപ്രവാചകന്റെ സ്വഭാവ മഹിമയാണ്. 1500 വർഷങ്ങൾ കഴിഞ്ഞ് ഈ പ്രവാചകനെ നമ്മൾ ഇങ്ങനെ കാതോർക്കുമ്പോൾ ഇത്തരം സ്വഭാവങ്ങൾ ഈ ജന്മദിനത്തിൽ എനിക്ക് ആവാഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കേവലം കുറെ കൊട്ടും പാട്ടും പ്രസംഗങ്ങളും വാളുകളും മജ്‌ലിസുകളും മാത്രമല്ല, ആ മജ്‌ലിസുകളിൽ നിന്ന് ലഭിക്കുന്ന നമ്മുടെ പിഞ്ചോമലകൾ പാടുന്ന ആ മഹത്വവൽക്കരിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലിയത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബൂജഹൽ വലിയ മക്കയിലെ രാജാവായിരുന്നില്ല. അദ്ദേഹത്തിന് സംഭവിച്ചു പോയതെന്താണ്? അദ്ദേഹം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ആ വിശ്വ മുഹമ്മദിലുള്ള റസൂലിയത്തിനെ മനസ്സിലാക്കാൻ അബൂജഹലിന് സാധിച്ചില്ല എന്നതാണ് അബൂജഹൽ ലോകത്ത് പരാജയപ്പെടാനുണ്ടായ കാരണം. ലോകം കാലചക്രം ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഇന്നും ആ പ്രവാചകന്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചതും ഏറ്റവും വലിയ സ്ഥാനം ലഭിക്കാൻ കാരണമായതും അതാണ്. ഇസ്രാ മിഅ്റാജ് വഴി മക്കയിൽ എല്ലാവരും നബി തങ്ങളെ പരിഹസിക്കുകയാണ്. താങ്കളുടെ മുഹമ്മദ് ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി, അവിടുന്ന് ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് രാപ്രയാണം നടത്തിയത്ര, ഇത് നീ വിശ്വസിക്കുമോ അബൂബക്കറെ എന്ന പരിഹാസ ചുവയോടെ സംസാരിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്നപ്പോൾ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. അങ്ങനെ പറഞ്ഞു എന്റെ പ്രവാചകൻ. അതാണ് ഞാൻ ഏത് കാലത്താണ് ഈ പറയുന്നത്? ശാസ്ത്ര വിലോപനത്തിന്റെ ഒരു ലാഞ്ചന പോലും കെട്ടിയാടാത്ത കേവലം കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു സമൂഹത്തിനോടാണ് പ്രവാചകൻ വന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം രാപ്രയാണം നടത്തി സ്വഹാബ എന്ന് പറയും. ഇന്ന് നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമില്ല. കാരണം ഇന്ന് ആയിരക്കണക്കിന് ഫയലുകൾ കൊള്ളുന്ന 1 TB-യുടെയും 1000 MB 1 GB-യിലേക്കും 1000 GB-കൾ 1 TB-യിലേക്കും ചുരുങ്ങിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സെക്കൻഡുകൾ വേഗതയിൽ ശരവേഗത്തിൽ സഞ്ചരിക്കുന്ന സൂപ്പർസോണിക് വിമാനങ്ങളുടെ ആധുനിക കാലഘട്ടത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ 14 നൂറ്റാണ്ടിന് മുമ്പ് പ്രവാചകൻ ഇത് പറയുമ്പോഴും കേവലം ഈന്തപ്പന മരത്തിന്റെ ഓലകൾ കൊണ്ട് ചാരി വെച്ച ഒരു ചെറിയ കുടിലിന്റെ ആ തിണ്ണയിരുന്ന പ്രവാചകൻ ഇങ്ങനെ ലോകത്തോട് ഇങ്ങനെ പറയുമ്പോൾ കേവലം ഇതാണ് ഞാൻ പറഞ്ഞത്, റസൂലിനെ മനസ്സിലാക്കണമെങ്കിൽ റസൂലിയത്തിനെ മനസ്സിലാക്കണം.
അല്ലാതെ കേവലം പ്രകടനപരത മാത്രം പോലെ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച ആ വലിയ വിജയം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു, സദ്ദഖതു യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ വിശ്വസിച്ചു നബിയേ, സദ്ദഖതു നബിയേ, ഇനി അപ്പുറത്തേക്ക് ഒന്നുമില്ല. നേരെ നബി തങ്ങളോട് അടുക്കൽ ചെന്ന് പറഞ്ഞു, നബിയെ എന്നോട് ഈ ഉന്ന വിഭാഗക്കാർ ഖുറൈശികൾ വന്ന് തങ്ങളോട് തങ്ങൾ ഇന്നലെ പോയി അങ്ങനെ ഒരൊറ്റ നിമിഷം കൊണ്ട് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞു. എന്താണ് നബിയെ കാര്യം? ആ സമയത്ത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇറങ്ങിയ ആയത്ത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു ആയാതിനാ എന്ന് തുടങ്ങുന്ന ആയത്ത്. അബൂബക്കർ ഞാൻ പോയി ബൈത്തുൽ മഖ്ദിസ് വരെ, പിന്നെ അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം ഞാൻ യാത്രയാണം നടത്തി അല്ലാഹുവിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് പറഞ്ഞ ഒരു അർത്ഥവത്തായ വാക്കുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ലസദ്ദഖതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ സത്യമാക്കിയിരിക്കുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കറിന് നൽകിയ ഏറ്റവും വലിയ നാമമാണ് അഷ്ഹദു അന്ന സിദ്ദീഖൻ ഹഖ്ഖാ, സിദ്ദീഖ് എന്ന നാമം. അബൂബക്കറെ ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്, താങ്കൾ ഇന്ന് മുതൽ സത്യവാനാണ്, സിദ്ദീഖാണ്, ഒരു കാലത്തും കളവാക്കാത്ത മനുഷ്യനാണ്, സത്യത്തോടൊപ്പം നിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതല്ലേ ഇത് എത്ര ആളുകളാണ് പറയുന്നത്? മൈക്കൽ എച്ച് ഹാർട്ടി എന്ന് പറയുന്ന വളരെ ചരിത്രകാരനായ ഒരു ഇംഗ്ലീഷ് പണ്ഡിതൻ, അദ്ദേഹം ലോകത്തെ സ്വാധീനിക്കുന്ന മനുഷ്യന്മാരിൽ ആദ്യമായി എഴുതിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വരികൾ ഇങ്ങനെയാണ്: My choice of Muhammad to lead the list of world most influential persons. ഞാൻ എന്റെ ഈ ലോകത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ യുഗപുരുഷന്മാരിൽ ആദ്യം എണ്ണിയത് പ്രൊഫറ്റ് മുഹമ്മദിനെയാണ്. ഇദ്ദേഹം മുസ്ലിം അല്ല, ഇദ്ദേഹം ഇസ്ലാമിന്റെ ഗോവണിപ്പടികൾ കാണാത്ത മനുഷ്യനാണ്. ആ മനുഷ്യനാണ് പറഞ്ഞത് ലോകത്തെ സ്വാധീനിച്ച യുവപുരുഷന്മാരിൽ ആദ്യത്തെ വ്യക്തി പ്രൊഫറ്റ് മുഹമ്മദാണ്. എന്നിട്ട് പറയാം, may surprise some readers and my questioned by others. ചിലപ്പോഴൊക്കെ എന്നോട് ആളുകൾ ചോദ്യം ഉന്നയിച്ചേക്കാം, എന്തിനാണ് മുഹമ്മദിനെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ആദ്യമായി എണ്ണിയത്? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, but he was the only man in history who was supremely successful on both religious and secular level. അദ്ദേഹം കേവലം ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല. He was the only man in history who was supremely successful on both religious and secular level. അദ്ദേഹം മതത്തിനകത്തും മതത്തിന് പുറത്തും രാഷ്ട്രീയമായും അതുപോലെ മതപരമായും അദ്ദേഹം ഒന്നാമനായിരുന്നു, ജനങ്ങളെ സ്വാധീനിച്ചത്. അങ്ങനെ ഒരു യുഗപുരുഷനെ ഇന്നോളം വരെ ഈ സ്വാധീനിച്ച, ലോകത്തെ സ്വാധീനിച്ച ഇത്രയും പേരിൽ വേറെ ഒരാളെയും കണ്ടിട്ടില്ല എന്ന് അവിശ്വാസിയായ ചരിത്ര പണ്ഡിതനായ മൈക്കൽ എച്ച് ഹാർട്ടി, ഇന്നും നമുക്കൊക്കെ അതിന്റെ ചരിത്ര ശതകങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് ആ മുഹമ്മദ് മുസ്തഫയെ റസൂലിയത്തിലൂടെ വിശ്വസിക്കുക. കേവലം പ്രകടന പരതകൾ മാത്രമല്ല. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എന്താണ് ഈ വാർത്ത? എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ കാണുന്നത്? എന്താണ് ഒരു പ്രവാചകൻ ഇങ്ങനെ മതം പറയാൻ കാരണം എന്നിങ്ങനെ ആത്മവിചിന്തനം നടത്തുമ്പോൾ, ചർവണം നടത്തുമ്പോഴാണ് നമുക്കൊരു വിശ്വാസിയാകാൻ കഴിയുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേടിയതാണ്. മൈക്കൽ എച്ച് ഹാർട്ടിനെ ഹൃദയാന്തരത്തിൽ ഇസ്ലാം പ്രവേശിക്കാത്തതും അതുകൊണ്ടായിരുന്നു. മുഹമ്മദിനെ മനസ്സിലാക്കി, പക്ഷേ മുഹമ്മദിലുള്ള ആ റസൂലിയത്തിനെ മനസ്സിലാക്കാൻ മൈക്കൽ എച്ച് ഹാർട്ടിന് സാധിച്ചില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം.